വാർത്തകളിലേക്ക്. എറണാകുളത്ത് ഷൂട്ടിങ്ങിനിടെ കാർ മറിഞ്ഞ് നടന്മാരായ അർജുൻ അശോകനും സംഗീത് പ്രതാപനും പരിക്ക്. ബ്രോമാൻസ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ MG റോഡിൽ ആയിരുന്നു അപകടം ഉണ്ടായത്. പരിക്ക് ഗുരുതരമല്ല. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, എപ്പോഴായിരുന്നു ഈ ഷൂട്ടിംഗ് നടന്നത്? എങ്ങനെയാണ് അപകടമുണ്ടായത്? അഭിലാഷ, ഇന്ന് പുലർച്ചെ 1:30 ഈ അപകടം സംഭവിക്കുന്നത്. MG റോഡില് പത്മ തിയേറ്ററിനൊക്കെ സമീപത്ത് വെച്ചായിരുന്നു ഈ അപകടം സംഭവിക്കുന്നത്. ചിത്രീകരണത്തിനിടയിൽ സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്നു, സിനിമയിലെ സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്നു കാർ ഓടിച്ചിരുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ബ്രോമൻസ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് ആ സംഭവം ഉണ്ടായിരുന്നത്. നടന്മാരായ അർജുൻ അശോകും സംഗീത് പ്രതാപും മാത്യു തോമസും ഇവരും കാറിൽ ഉണ്ടായിരുന്നു. 5 പേർക്ക് വഴിയിൽ നിന്നിരുന്ന ബൈക്ക് യാത്രക്കാരിൽ അടക്കം ഈ കാറ് വന്ന് ഇടിക്കുകയായിരുന്നു. ഇവർക്കെല്ലാം വലിയ സാരമായ രീതിയിൽ പരിക്ക് പറ്റിയിട്ടില്ല എന്നതാണ് അറിയാൻ കഴിയുന്നത്. സ്ഥലപരിക്കുകളാണ് ഇവർക്ക് പറ്റിയിരിക്കുന്നത്, എല്ലാവർക്കും തന്നെ പറ്റിയിരിക്കുന്നത്. നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു മുന്നിലുണ്ടായിരുന്ന കാറിലിടിക്കുകയും ചെയ്തിട്ടുണ്ട്. സമീപത്തെ ഈ ഭക്ഷണ വിതരണ ഫുഡ് ഡെലിവറിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന യുവാക്കളുടെ ബൈക്കിലാണ് ഈ കാർ വന്ന് ഇടിക്കുകയും ചെയ്തത്. കാർ ഇപ്പോൾ അവിടെ നിന്ന് നീക്കിയിട്ടുണ്ട്. സമീപത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് അടക്കം മാറ്റിയിട്ടുണ്ട്. എന്നാലും വലിയ ഒരു അപകടം ഉണ്ടായില്ല എന്ന രീതി, അതായത് പരിക്ക് ഗുരുതരമായില്ല എന്ന രീതിയിൽ ആശ്വസിക്കാം. ഇന്ന് പുലർച്ചയോടുകൂടി 1:30 ഈ സംഭവം നടക്കുന്നത്. നടന്മാരുടെ പരിക്ക് സാരമല്ല എന്ന് പറയുമ്പോൾ തന്നെ മറ്റുള്ളവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഫുഡ് ഡെലിവറി നടത്തുന്നവർക്ക് അടക്കം പരിക്കേറ്റു എന്നാണല്ലോ പറയുന്നത്. അവരുടെ പരിക്ക് സാരമാണോ? അത്തരം വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? നമുക്ക് ലഭിക്കുന്ന വിവരം ആരുടെയും പരിക്കുകൾ സാരമല്ല എന്നത് തന്നെയാണ് ലഭിക്കുന്ന വിവരം. അവര് വളരെ പെട്ടെന്ന് ഒരു ആശുപത്രിയിലേക്ക് അടക്കം മാറ്റുവാനെല്ലാം തന്നെ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. കാറ് നിയന്ത്രണം വിട്ടു. ഈ ഷൂട്ടിങ്ങിനിടെ കാറ് നിയന്ത്രണം വിട്ടാണ് ഇവിടേക്ക് നീങ്ങിയതെങ്കിൽ കൂടിയും വലിയ രീതിയിലേക്ക് ഒരു ഇടിയുടെ ആഘാതം ഈ കാറിനാണ് കൂടുതൽ തലകീഴായി മറിയുകയും ഒപ്പം തന്നെ സമീപത്തുണ്ടായിരുന്ന ഒരു കാറിൽ ഇടിച്ച ശേഷമായിരുന്നു ഈ ബൈക്കുകളിലേക്ക് അടക്കം എത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയും ഒരു ഇടിയുടെ ഒരു ആഘാതം കുറഞ്ഞു. എന്തായാലും മറ്റുള്ള പരിക്കേറ്റവർക്ക് വലിയ രീതിയിലേക്ക് പരിക്കേറ്റിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരങ്ങളും പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളും അത് തന്നെയാണ്. ഈ പുലർച്ചയോടുകൂടിയായിരുന്നു ചിത്രീകരണം നടന്നിരുന്നത്. കഴിഞ്ഞിടെ ഇതിന്റെ ഒരു ചിത്രീകരണവും നഗരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഇതിനിടെയാണ് ഇന്നൊരു കാർ ചേസ് സമാനമായ രീതിയിലുള്ള ഒരു രംഗം ചിത്രീകരിക്കുകയായിരുന്നു എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഡാനി, സാധാരണ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഈ പറഞ്ഞ സീൻ കാർ ചേസിൻ്റെതാണ് എങ്കിൽ അതിന് പെർമിഷനൊക്കെ വാങ്ങേണ്ടതുണ്ട്. മറ്റ് വാഹന യാത്രക്കാർക്ക് അസൗകര്യം ഉണ്ടാകാത്ത തരത്തിലായിരിക്കണം. പൊതുവെ അങ്ങനെയാണല്ലോ ഷൂട്ടിംഗ് നടത്തേണ്ടത്. അപ്പോൾ ഈ ഫുഡ് ഡെലിവറിക്കാരായ ആളുകൾക്ക് പരിക്കേൽക്കണമെങ്കിൽ സ്വാഭാവികമായും അങ്ങനെയൊക്കെ ഒരു പെർമിഷൻ കൊടുക്കുമോ? അതിപ്പോൾ അറിയാൻ, ഇന്നിപ്പോൾ പുലർച്ചെയാണ് അത് അപകടമുണ്ടായത്, അറിയാൻ ബുദ്ധിമുട്ടുണ്ടാകാം. എങ്കിൽ പോലും സാധാരണ നിലയിൽ ഈ റോട്ടിലൊക്കെ ഇങ്ങനെ ഷൂട്ടിംഗ് നടത്താൻ സാധിക്കില്ലല്ലോ. സാധാരണഗതിയിൽ ഈ കാർ ചേസിംഗ് പോലുള്ള രംഗങ്ങൾ അത് ഇവിടെ ചിത്രീകരിക്കുന്നതിന് സാധാരണ അനുമതി നൽകാറില്ല. പ്രത്യേകിച്ച് നഗരത്തിലെ പ്രധാന നിരത്തുകളിൽ ഒന്നാണ് MG റോഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ഈ MG റോഡിലെ തിരക്ക് ഏത് പാതയിലേക്ക് നമ്മൾ പറയൂ, സാധാരണഗതിയിൽ എപ്പോഴും തന്നെ തിരക്കുള്ള ഒരു അന്തരീക്ഷമാണ്. പ്രത്യേകിച്ച് ഈ നഗരം 1 മണി 2 മണി എന്നെല്ലാം പറയുമ്പോഴും ആളുകളുള്ള ഒരു സമയം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഹോട്ടലുകൾ പലതും തുറന്നിരിക്കാൻ അനുമതിയുള്ള ഹോട്ടലുകൾ പലതും ഉണ്ട്. അവിടെ ഭക്ഷണ വിതരണ ജോലികൾക്കായി എത്തുന്ന ആളുകളുണ്ട്, ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരുണ്ട്. അങ്ങനെ ഒരു നഗരത്തിന്റെ ഒരു നൈറ്റ് ലൈഫ് എല്ലാം തന്നെ കൂടി വരുന്ന ഒരു സാഹചര്യമാണ് പൊതുവിൽ കൊച്ചിയിലുള്ളത്. അപ്പോൾ ഇത്തരം നിരത്തുകളിലൊന്നും ഇത്തരം ഈ കാർ ഡ്രൈവിംഗ്, ഈ കാർ ചേസിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് അനുമതി നൽകാറില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിൽ കാർ ചേസിംഗ് ഒരു രംഗമായിരുന്നു എന്ന രീതിയിലേക്ക് പറയുന്നുണ്ട്. പക്ഷെ ആ രീതിയിലുള്ള ഒരു അനുമതി വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഇനി പുറത്ത് വരേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇത് ഷൂട്ടിംഗ് അധികൃതർ ഒരുപക്ഷെ നിഷേധിച്ചേക്കാം. കാരണം കാർ ചേസിംഗ് ആയിരുന്നില്ല, പക്ഷെ ഓടിച്ചതിനിടെ നിയന്ത്രണം വിടുകയായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ വാദങ്ങളുമായിട്ട് സ്വാഭാവിക വാദങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യത അടക്കമുണ്ട്. പക്ഷേ ഡാനി, അവിടെയൊക്കെ നിറയെ CCTV സംവിധാനങ്ങളൊക്കെ ഉള്ളത്. തീർച്ചയായും ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. ഡാനി പറഞ്ഞതുപോലെ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അപകടകരമായ രംഗങ്ങളൊന്നും ആയിരുന്നില്ല ചിത്രീകരിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഒഴിയും. പൊതുവെ സിനിമാക്കാരാകുമ്പോൾ
ഈ അധികൃതർക്കും ഒരു അനുകമ്പയൊക്കെ ഉണ്ടാകുമെന്ന വിമർശനം സമൂഹത്തിൽ നിന്ന് നേരിടാറുണ്ട്. ചില കേസുകളിൽപ്പെട്ടവരോട് പോലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാണിക്കുന്ന അനുകമ്പയൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട്. പക്ഷേ CCTV പോലെയുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു പ്രദേശമാണത്. കൃത്യമായും അനുമതി വാങ്ങാതെ ഇത്തരം രംഗങ്ങളാണ് ചിത്രീകരിക്കുന്നതെങ്കിൽ മറ്റുള്ളവരുടെ ജീവൻ കൂടി അപകടത്തിലാക്കുന്ന രംഗം, അത് എത്ര പോപ്പുലറായ സിനിമാ നടനായാലും നടിയായാലും എത്ര വലിയ സംവിധായകനായാലും സിനിമാ കമ്പനി ആയെങ്കിലും ഒക്കെ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണല്ലോ. തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടണം, അതിൽ സംശയമില്ല. ഇത്തരം കാര്യങ്ങൾക്ക് അനുമതി വേണം. കാരണം അഭിലാഷ് ഓർക്കുന്നുണ്ടാവും, ഈ അടുത്തിടെ അങ്കമാലിയിൽ സർക്കാർ ആശുപത്രി അത്ര സംവിധാനങ്ങൾ തന്നെയും ഇതിനു വേണ്ടി ഉപയോഗിച്ചു എന്നതാണ്. അതിന് അനുമതി നൽകിയിരുന്നു എന്ന വാദവുമായി അധികൃതർ തന്നെ രംഗത്ത് വരികയും ചെയ്തു. പക്ഷെ അതിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. ഒടുവിൽ അത്തരം വിമർശനങ്ങൾ സാമൂഹികപരമായ രീതിയിൽ ഉയർന്ന വിമർശനങ്ങളുടെ തട്ട് ഉയർന്നിരുന്നതുകൊണ്ട് മാത്രമാണ് അതിലൊരു നടപടിയിലേക്ക് അടക്കം നീങ്ങാനായിട്ട് അധികൃതർ നിർബന്ധിതരായത്. അത്രത്തോളം അതിനെ ന്യായീകരിക്കുന്ന രീതിയിലേക്ക് അടക്കം വന്നിരുന്നു എന്നതാണ്. എന്തായാലും ഇപ്പോൾ ഇതിൽ അനുമതി ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വൈകാതെ തന്നെ അതിൽ പുറത്തേക്ക് വരും. പ്രത്യേകിച്ച് സാധാരണ രീതിയിൽ പോകുന്ന ഒരു കാർ രംഗം ചിത്രീകരിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് മറിയേണ്ട ഒരു സാഹചര്യവുമില്ല. പ്രത്യേകിച്ച് സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്നു അത് ഓടിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു എന്തായിരുന്നു ഷൂട്ടിംഗ് അടക്കമുള്ള കാര്യം, അതിന്റെ ഒരു തീവ്രത കൂടിയ ഡ്രൈവിംഗ് തന്നെയായിരിക്കും അതിൽ നടന്നിരുന്നത് എന്ന കാര്യത്തിൽ സംശയവുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് അനുവാദം വാങ്ങിച്ചിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി അത് സ്വാഭാവികമായ ഒരു അന്വേഷണത്തിലേക്ക് അടക്കം വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപകടത്തിൽ പരിക്ക് പറ്റിയവരുടെ നില വലിയ ബുദ്ധിമുട്ട് സംഭവിച്ചില്ല എന്നതുകൊണ്ട് മാത്രമാണ്, ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് അടക്കം കാര്യങ്ങൾ വന്നിരിക്കുന്നത്. എന്തായാലും അതിന്റെ അപകടത്തിന്റെ ഗുരുതര പരിക്ക് പറ്റിയിട്ടില്ല എന്നത് എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുമ്പോൾ അങ്ങനെ ഒരു ചെറിയ അപകടമെന്ന് തോന്നുന്നില്ല. സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന കാറാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ആ കാറിന് നല്ല കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇടിയുടെ ആഘാതത്തിലാകാം, അല്ലെങ്കിൽ അതിൽ പെട്ടുപോയവരെ പുറത്തെത്തിക്കാൻ ആളുകൾ കുറച്ചുകൂടിയൊക്കെ വാഹനം തകർത്തിട്ടുണ്ടാകാം. അങ്ങനെ എന്ത് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ വ്യക്തമല്ല. പക്ഷേ ഇടിയുടെ ആഘാതത്തിലാണ് ഇത്തരം ദൃശ്യമെങ്കിൽ സ്വാഭാവികമായും അത് അങ്ങനെ ചെറുത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആളുകൾ രക്ഷപ്പെട്ടത് വലിയ ഭാഗ്യം എന്ന് തന്നെ പറയാം. അപ്പോൾ പോലും തീർച്ചയായും അങ്ങനെ മാത്രമേ പറയാൻ കഴിയൂ. നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന കാറ് വലിയ രീതിയിലേക്ക് മറിഞ്ഞു എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് അതിൽ വേഗം കൂടിയ ഒരു കാർ ചേസിംഗ് പോലുള്ള സംഭവങ്ങൾ തന്നെയായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്നത് ഡ്രൈവ് ചെയ്തിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഒരു വ്യക്തത പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഇതിൽ അനുമതി ഉണ്ടായിരുന്നോ എന്നതും ഈ സമയത്ത് ചിത്രീകരണത്തിന് ഈ സമയത്ത് തന്നെയായിരുന്നു ഇവർക്ക് അനുമതി നൽകിയിരുന്നത് എന്ന കാര്യങ്ങളിലെല്ലാം തന്നെയും വിശദീകരണം വരേണ്ടതുണ്ട്. പോലീസ് ഇതിൽ കൃത്യമായ ഒരു ഉത്തരം നൽകേണ്ടതുണ്ട്. ഈ സമയത്ത് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിരത്തിൽ ഇങ്ങനെ ഒരു അപകടകരമായ രംഗം ചിത്രീകരിക്കുന്നതിന് ആര് ഇവർക്ക് അനുമതി നൽകി, അതിൽ അങ്ങനെ ചിത്രീകരിക്കുമ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. പ്രത്യേകിച്ച് അതിന്റെ റോഡ് വശങ്ങളിൽ ഉണ്ടായിരുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുക, അവിടെ ഒരു കരുതൽ ഏർപ്പെടുത്തുക, അത്തരം കാര്യങ്ങൾ കൂടി വേണം. കാരണം പലപ്പോഴും ഷൂട്ടിംഗ് സ്ഥലങ്ങളിൽ നമ്മൾ ഈ റോഡ് വക്കിൽ ചിത്രീകരിക്കുന്ന എല്ലാം പതിവ് കാഴ്ചകളാണ് കൊച്ചിയിൽ. അപ്പോൾ അതുവഴി പോകുമ്പോഴെല്ലാം തന്നെ അവരേക്ക് ആ വശത്തേക്ക് നോക്കരുതെന്ന് പോലും പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്നത് കാണാം ഈ യൂണിറ്റ് അംഗങ്ങൾ. അപ്പോൾ അതുപോലും ഈ കാര്യങ്ങളിൽ ഉണ്ടായിരുന്നോ, ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ചുറ്റുപാടുമുള്ളവർക്ക് നൽകിയിരുന്നത്, എത്ര ദൂരമാണ് ഈ ഷൂട്ടിംഗ് നടത്താൻ അനുമതി നൽകിയിരുന്നത്, എവിടെയായിരുന്നു ഇതിന്റെ ഒരു സിസ്റ്റം സംവിധാനങ്ങളും ക്യാമറ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരണം വരേണ്ടതുണ്ട്. എന്തായാലും ഈ സംഭവം ഒരു വിവാദത്തിലേക്ക് തന്നെയാണ് ഈ കാർ ഓടിച്ചെത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ അഭിലാഷ് സംശയമൊന്നുമില്ല. അതിൽ കൃത്യമായ രീതിയിൽ അധികൃതരിൽ നിന്നടക്കം ഇനി വിശദീകരണം വരേണ്ടതുണ്ട്. വരും മണിക്കൂറിൽ അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അഭിലാഷ്, അതാണ് എന്തായാലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ കൃത്യമായ പ്രതികരണം ഉണ്ടായേ തീരൂ. ആരാണ് ഇത്തരത്തിൽ അനുമതി നൽകിയത്, പ്രത്യേകിച്ച് മറ്റ് വാഹനങ്ങൾക്ക് ഈ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് സാധാരണ നിലയിൽ ഇങ്ങനെ ചേസിംഗ് രംഗമൊക്കെ എടുക്കുന്നുണ്ട് എങ്കിൽ അവിടെ ഫുഡ് ഡെലിവറിക്കൊക്കെ പോകേണ്ടവരുടെ രംഗം കൂടി അതിൻ്റെ ഭാഗമാകേണ്ടതുണ്ട് എങ്കിൽ അതൊക്കെ നടീനടന്മാരെ വെച്ച് ചെയ്യേണ്ടതാണ്. ഇത് പക്ഷേ ഫുഡ് ഡെലിവറിക്ക് പോയിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ആളുകൾക്കാണ് അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ഗുരുതരമായ പിഴവ് തന്നെയാണ്. ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അപകടത്തിൽ കാര്യമായി പരിക്കേറ്റിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തലയൂരുന്നത് ശരിയല്ല. ഇങ്ങനെയൊരു അനുമതി
ഈ പബ്ലിക്കായ ഒരിടത്ത് പൊതു റോഡിൽ എങ്ങനെയാണ് നൽകാൻ സാധിച്ചത്? കഴിഞ്ഞ ദിവസം ഈ സൂചിപ്പിച്ചതുപോലെ, ഡാനി സൂചിപ്പിച്ചതുപോലെ, ഒരു ആശുപത്രിയിൽ, സർക്കാർ ആശുപത്രിയിൽ, സാധാരണക്കാരായ ആളുകൾ ചികിത്സയ്ക്ക് എത്തുന്ന ആശുപത്രിയിൽ അവർക്ക് തടസ്സം നേരിട്ടുകൊണ്ട്, തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് രംഗങ്ങൾ ചിത്രീകരിക്കുന്ന, ഫഹദ് ഫാസിലിൻ്റെ ചിത്രത്തിലെ രംഗങ്ങളൊക്കെ ചിത്രീകരിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. അതാരും ചോദ്യം ചെയ്തില്ല. മറിച്ച് ഒരു ഓട്ടോ ഡ്രൈവറായ വ്യക്തി വീഡിയോ എടുത്ത് എന്ത് തോന്നിയവാസമാണിത് എന്ന് ചോദിക്കുമ്പോൾ മാത്രമാണ് പ്രതികരണങ്ങൾ ഉണ്ടാകേണ്ടത്. അതുവരെ അധികൃതർക്ക് കണ്ണു തുറക്കാൻ സാധിച്ചില്ല. പിന്നീടും കാര്യമായ നടപടിയൊന്നും ഉണ്ടായില്ല. ഇത് ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. കർശനമായ ഗതാഗത നിയന്ത്രണങ്ങൾ ഉള്ള, സാധാരണക്കാരായ ആളുകളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലൊരു പിഴവ് വാഹനം ഓടിക്കുമ്പോഴടക്കം ഉണ്ടായാൽ അതിനെല്ലാം പിഴ ഈടാക്കുന്ന ഭരണ സംവിധാനമാണ് നമുക്കുള്ളത്. അങ്ങനെ ഒരു ഭരണ സംവിധാനം ഉള്ളപ്പോഴാണ് സിനിമാ ഷൂട്ടിങ്ങിൻ്റെ പേരിൽ ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നത്. നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണ് എങ്കിൽ സ്റ്റണ്ട് സീനൊക്കെയാണ് ഇത്തരത്തിൽ ഒരു റോട്ടിൽ ആളുകൾ സഞ്ചരിക്കുന്ന, ജനങ്ങൾ സഞ്ചരിക്കുന്ന പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന പാതയിൽ ചിത്രീകരിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ചിത്രീകരണത്തിനിടയിലാണ് ഈ അപകടമുണ്ടായത്. ആ അപകടത്തിൽ മറ്റ് യാത്രക്കാർക്ക് കൂടി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് വിവരം. ഇനി പോലീസ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ലഭിക്കേണ്ടതുണ്ട്.